മലപ്പുറത്ത് ഇപ്പോൾ ഫുട്ബോൾ ആവേശം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് ഈ ഫുട്ബോൾ മാമാക്ക് നമുക്ക് എങ്ങനെ വിലയിരുത്താം? നമ്മുടെ കൂടെ ഒരു ആരാധകരുണ്ട്. നമുക്ക് ചോദിക്കാം, എങ്ങനെ ഈ വേൾഡ് കപ്പിന് വിലയിരുത്തുന്നു? ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊരു അർജന്റീന ഫാൻസുകാരനാണ്. പക്ഷെ അർജന്റീന ഫൈനലിൽ പരാജയപ്പെട്ടു. താങ്കളുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ അവര് ഫസ്റ്റ് മുതൽ ഈ സെമി വരെ എത്തിച്ചു കഴിഞ്ഞു. പക്ഷെ അത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് തോന്നുന്നു. പിന്നെ അത് ജയിച്ചു തോറ്റൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. താങ്കളുടെ ഈ ലയണൽ മെസ്സി താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ലയണൽ മെസ്സി കളിക്കാൻ ഉഷാറായിരുന്നു. പിന്നെ എന്തൊരു അബദ്ധാവസ്ഥ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. പെട്ടെന്ന് എന്തോ ആരെന്തോ ചെയ്തു പോയത്. അപ്പോൾ നമ്മൾ 1-7 ബ്രസീൽ തോറ്റ പോലെ തന്നെയാണ് ഇന്നലത്തെ അതേ സംഭവം വന്നത്. ഇന്നലെ ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അവർ. ഒരു പക്ഷേ അർജന്റീന ഈ കപ്പ് നേടിയിരുന്നെങ്കിൽ താങ്കളുടെ നിലപാടെന്തോ? അർജന്റീന നേടുകയാണ്, അത് നമ്മുടെ വിജയമായിട്ട് നമ്മൾ കണക്കാക്കുകയുള്ളൂ. അത് നമ്മൾ അർജന്റീന ടീം തന്നെ അധ്വാനിച്ച് കളിച്ച് ആ കപ്പ് നേടിയെന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ബ്രസീലിന്റെ പരാജയം നിങ്ങൾ ശരിക്കും ആഘോഷിക്കുന്നുണ്ടോ? ഇല്ല, ഇനി നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞ് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശത്രുകുട്ടിയുടെ ജാതം നോക്കിയിട്ട് ഒരു കാര്യമുണ്ട്. കഴിഞ്ഞു. അവർ 7 മേടിച്ചു, നമ്മൾ ചെയ്യാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈകോർത്ത് പഴയ സുഹൃത്തുക്കൾ പോലെ നടക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല. ഇനി 2018 വേൾഡ് കപ്പ് നോക്കിയിട്ട് നമുക്കിങ്ങനെ പറയാൻ കഴിയത്തില്ല. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. 2018 അടുത്ത വേൾഡ് കപ്പ്. മലപ്പുറത്ത് നിന്നും സാലി, ക്യാമറാമാൻ റിനീഷിനോടൊപ്പം സാലി.